ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻട്രി PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് തിരുവിതാംകൂർ ഭരണാധികാരികളും അവരുടെ പരിഷ്കാരങ്ങളുമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ട് വന്ന ഈ ഒരു ചോദ്യം. ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിനകത്തും ഓരോ ഭരണകർത്താക്കളുടെ കീഴിലും വന്നിട്ടുള്ള പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ എല്ലാവരുടെയും പരിഷ്കാരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പരിഷ്കാരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ തുടക്കത്തിൽ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. അങ്ങനെയുള്ള 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഓരോ ഭരണകർത്താക്കളുടെ അവരെ പരിഷ്കാരങ്ങളെ കുറിച്ചാണ്. ആ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. നോക്കിയേ, ജൂണിലെ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിൻ്റെ 3rd ഫേസ് ജൂൺ 6-ാം തീയതിയാണ് PSC പറഞ്ഞിട്ടുള്ളത്. മൈമെൻട്രിൽ ഈ മാസം ആരംഭിച്ച ഡിഗ്രി ലെവൽ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇനിയും വേണേലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ജൂൺ 6-ാം തീയതിയാണ് നമ്മുടെ 3rd ഫേസ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു 2 മാസം ഇനിയും നമുക്ക് മുന്നിൽ സമയമുണ്ട്. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല എന്നോർത്ത് നിങ്ങൾ ഇതുവരെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നോക്കിയേ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ഞാനിവിടെ ഇവരുടെ കൂടെ കൊടുത്തിരിക്കുന്ന ഇവരുടെ ഭരണ കാലഘട്ടമാണ് കേട്ടോ. ഈ കാലഘട്ടം ഓർത്തിരുന്നാലും നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അപ്പം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്നതിന് മുന്നേ തിരുവിതാംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ജന്മിമാരുടെ കയ്യിലായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഈ പറഞ്ഞ അധികാര കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്തത്, എല്ലാം കൂടെ ഒന്ന് ശരിയാക്കി ജന്മിമാരെയൊക്കെ കുറച്ച് അടിച്ചമർത്തി എന്ത് ചെയ്തത്, തിരുവിതാംകൂറിനെ ഒരു നാട്ടുരാജ്യമായിട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. നോക്കിക്കേ, 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 29ൻ്റെ ഇരട്ടിയാണ് 58 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡ് അങ്ങനെ ഓർത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലാതെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, 1729 ഈ പറയുന്ന പോലെ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ 1723 നടന്ന വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ പ്രീവിയസ് ചോദ്യമാണ്, വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1723 എന്ന് നോക്കിയേ. അടുത്തൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഹിരണ്യഗർഭം ചടങ്ങ്. അതായത് തിരുവിതാംകൂർ ഭരണാധികാരികൾ അധികാരത്തിലേറുമ്പോൾ നടത്തുന്ന ഒരു ചടങ്ങാണ് ഹിരണ്യഗർഭം ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന മിശ്രിതമാണ് പഞ്ചഗവ്യം എന്നൊക്കെ നമുക്കറിയാം. നോക്കിയേ, അപ്പോൾ ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ചടങ്ങ് ആരംഭിച്ച ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. എന്ന് നോക്കിയേ, തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ഒരുപാട് വട്ടം PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏത്? പതിവ് കണക്ക് സമ്പ്രദായം, അതല്ലെങ്കിൽ ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കിക്കേ, ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രാകൃതമായ ഒരു രീതിയാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കിക്കേ, കോട്ടകളുടെ കാര്യം പറയുവാണെങ്കിൽ വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരി കോട്ട പുതുക്കി പണിതത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരി കോട്ട പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയും വട്ടക്കോട്ട നിർമ്മിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ പുതുക്കി പണിതാണ് ഉദയഗിരി കോട്ട, പുതുക്കി പണിയുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ അല്ലെങ്കിൽ കണ്ടെഴുത്ത് നടത്തിയ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണമെങ്കിൽ ഭൂസർവേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കണ്ടെഴുത്ത് എന്ന് വേണേലും ചോദിക്കാം. അപ്പം ഭൂസർവേ അല്ലെങ്കിൽ കണ്ടെഴുത്ത് നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കിയേ, തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ജന്മിമാരുടെയൊക്കെ കയ്യിലായിരുന്നു തിരുവിതാംകൂറിൻ്റെ അധികാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അണ്ടറിലാണ് സൈന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നാട്ടുരാജ്യത്തിന് ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ കീഴിലാണ് എന്ത് ചെയ്തിരുന്നത്? ഈ സൈന്യം വന്ന് അതിനെ അതിജീവിക്കാൻ എന്ത് പ്രശ്നമാണോ ഉള്ളത് അതിനെതിരെ പോരാടുന്നത്. അപ്പം
അതൊക്കെ മാറ്റി വെച്ചിട്ട് തിരുവിതാംകൂറിന് സ്വന്തമായിട്ടൊരു സൈന്യം മറവപ്പട എന്ന പേരിൽ കൊണ്ടുവന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. നോക്കിക്കേ, ഇനി ഈ സൈനികർക്ക് നികുതിയിൽ ഇളവ് നൽകുന്നതിന് പറയുന്ന സമ്പ്രദായത്തിന്റെ പേരാണ് ഇരയിളി സമ്പ്രദായം. അപ്പം ഇരയിളി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനികർക്ക് നികുതി ഇളവ് കൊണ്ടുവരുന്ന സമ്പ്രദായമാണ്. ഈ സമ്പ്രദായം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. നോക്കി, സൈനികർ പെൻഷൻ ആകുന്ന സമയത്ത് അവർക്ക് പെൻഷൻ നൽകിയിരുന്ന സമ്പ്രദായത്തിന്റെ പേരാണ് ഇരയിളി അടുത്തൂൺ. ഇരയിളി അടുത്തൂൺ എന്നാണ് അവർക്ക് പെൻഷൻ നൽകുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത്. ഇതും മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വന്ന ഒരു സമ്പ്രദായമാണ്. നോക്കിയേ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമ്പ്രദായം അല്ലെ ഒരു പരിഷ്കാരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പോയിന്റാണ്. അതായത് ആ സമയത്ത് കുറേ പേരുകളുണ്ട്. ഈ പറയുന്ന പോലെ മണ്ഡപത്തും വാതിക്കൽ, അല്ലെങ്കിൽ പ്രവർത്തിക്കാർ, അങ്ങനെയൊക്കെ ഉണ്ട്. മുളക് മടിശീലക്കാർ, അഞ്ചലോട്ടക്കാർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വന്ന ഇപ്പം നമുക്കുള്ള സിസ്റ്റങ്ങളുടെ പഴയ പേരുകളുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് PSC ചോദിക്കാറുണ്ട്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, വ്യവസായികൾ, അന്നത്തെ വ്യവസായികൾ അറിയപ്പെടുന്ന പേരാണ് ഇത് മുളക് മടിശീലക്കാരെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. നോക്കി, മാർത്താണ്ഡവർമ്മയുടെ മറ്റു പ്രധാനപ്പെട്ട ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൗക്കകൾ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പോൾ കള്ളക്കടത്തൊക്കെ തടയാനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ചെക്ക് പോസ്റ്റുകൾ ആരംഭിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ ആരുടെ ഭരണകാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. അപ്പോൾ നമ്മൾ ഈ ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ നേരിട്ടല്ല ഇത് ചെയ്യുന്നത്. അവരുടെ ദിവാൻ അല്ലെ അവരുടെ ദളവയായിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചോദിച്ച് കാണാറുണ്ട്, ഏത് ദിവാനാണ് ഇന്നൊരു കാര്യം ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തിന് ഏറ്റവും നേതൃത്വം കൊടുത്തത് ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി നോക്കി വെച്ചിരിക്കുക. ഇപ്പം ഞാൻ ഈ പറയുന്നത് ആ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ വന്നത് ഏതാണോ അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നോക്കിക്കേ, തിരുവിതാംകൂറിലെ വസ്തുക്കളെ 4ആയിട്ട് ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ തിരിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ അന്നത്തെ വ്യാപാരം, പ്രധാനമായിട്ടും തിരുവിതാംകൂറിന് സാമ്പത്തികമായ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്ന വ്യാപാരങ്ങൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? കുരുമുളക്, ഉപ്പ്, പുകയില തുടങ്ങിയവയുടെ വ്യാപാരമാണ്. കുരുമുളക്, ഉപ്പ്, പുകയില തുടങ്ങിയവയുടെ വ്യാപാരം എന്ത് ചെയ്തു? നമ്മുടെ തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. നോക്കി, 2 അണകൾ പണിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? പൊന്മന അണയും പുത്തൻ അണയും. ഇങ്ങനെ 2 അണകൾ പണിഞ്ഞത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പൊന്മന അണയും പുത്തൻ അണയും നിർമ്മിച്ചു. ഇനി അതേപോലെ തന്നെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ്. ഞാൻ പറഞ്ഞു മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്ന സമയത്ത് ജന്മിമാരുടെ കയ്യിലായിരുന്നു തിരുവിതാംകൂറിൻ്റെ അധികാരം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകെ അതൊരു ശരിയായ കീഴ്വഴക്കം അല്ലാത്തതുകൊണ്ട് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ജന്മികളെയൊക്കെ അടിച്ചമർത്തിയിട്ട് അവരെയെല്ലാം അടിച്ചമർത്തിയതിന് ശേഷം അധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ജന്മിത്തം അവസാനിക്കുന്നത്. അപ്പോൾ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നോക്കിക്കേ, കോവിലകത്തും വാതിക്കൽ എന്ന പേരിൽ രാജ്യത്തെ പല റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. റവന്യൂ ഘടകങ്ങളായിട്ട് എന്താണ് അതിൻ്റെ പേര്? കോവിലകത്തും വാതിക്കൽ എന്നാണ് അതിന് പറയുന്നത്. കോവിലകത്തും വാതിക്കൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ എത്രയായിട്ട് തിരിച്ചു? നമ്മുടെ നാട്ടുരാജ്യത്തെ പല റവന്യൂ ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ, ഓരോ കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന 20 മണ്ഡപത്തും വാതിക്കലായിട്ട് എന്ത് ചെയ്തു? തിരുവിതാംകൂറിനെ തിരിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ അന്നുണ്ടായ പ്രധാനപ്പെട്ട ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ അല്ലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1741 ഓഗസ്റ്റ് 10 വിത്ത് ഡേ ചോദിച്ചിട്ടുണ്ട്. അപ്പം കുളച്ചൽ യുദ്ധം നടന്ന എന്നാണ് 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാർക്കെതിരെ നടക്കുന്ന യുദ്ധമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഫോറിനേഴ്സിനെതിരെ ഇന്ത്യയിൽ ഒരു നാട്ടുരാജാവ് വിജയിച്ച ആദ്യത്തെ യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അല്ലേ? നോക്കിയേ, 1-ാം തൃപ്പടിദാനം ഇമ്പോർട്ടൻ്റ് ആണ്. 1-ാം തൃപ്പടിദാനം 1750 ജനുവരി 3 നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തതാണ്? പത്മനാഭസ്വാമിക്ക്, അതായത് തിരുവിതാംകൂർ കുടുംബത്തിൻ്റെ കുലദൈവമായ
പത്മനാഭസ്വാമിക്ക് രാജ്യം അടിയറവ് വയ്ക്കുകയും എന്നിട്ട് പത്മനാഭസ്വാമിയുടെ ദാസനായിട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് രാജ്യത്ത് ഭരണം നടത്തുകയും ചെയ്യാൻ വേണ്ടി ആരംഭിച്ചൊരു ചടങ്ങാണ് ഏതെന്ന് പറയുന്നത് തൃപ്പടിദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൃപ്പടിദാനത്തിൻ്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 1750 ജനുവരി 3-നാണ് ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത്. 1750 ജനുവരി 3-ന്. ഇനി നോക്കിയേ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ അവിടെ കൊണ്ടുവന്ന 1-2 കാര്യങ്ങളാണ് ഏത്? ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു. അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിന്റിങ് വരപ്പിച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കിയേ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം 1750-ലും ഭദ്രദീപം എന്നിവ ആരംഭിച്ചു. അപ്പോൾ മുറജപവും ഭദ്രദീപവും എന്നിങ്ങനെ പറഞ്ഞ് നാട്ടുരാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ആരംഭിച്ച ചടങ്ങാണ്. അപ്പോൾ മുറജപം ആരംഭിച്ചത് 1750-ലും ഭദ്രദീപം ആരംഭിക്കുകയും ചെയ്തു. അപ്പം നോക്കി, ഈ മുറജപം നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. 6 വർഷത്തിലൊരിക്കലാണ് ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത്. നിലവിൽ നടക്കുന്നുണ്ട്, അടുത്തിടെ ഈ വർഷം നടക്കുകയും ചെയ്തു. അപ്പം നോക്കിക്കേ, എന്നാൽ ഭദ്രദീപം നടക്കുന്നത് 6 മാസത്തിലൊരിക്കലാണ്. അപ്പം ചിലരിങ്ങനെ പഠിച്ചു വയ്ക്കാറുണ്ട്, മുറജപം 6 വർഷത്തിലൊരിക്കലും ഭദ്രദീപം വർഷത്തിൽ 2 വട്ടവും. അങ്ങനെ പഠിക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പം മുറജപം 6 വർഷത്തിലും ഭദ്രദീപം 6 മാസത്തിലും. അപ്പോൾ ഒരു വർഷം 2 വട്ടം എന്ത് വരും? ഭദ്രദീപം നടക്കാറുണ്ട്. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ അടുത്തിടെ വരെ നടന്ന് ഈ ചടങ്ങുകളൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കുളച്ചിൽ യുദ്ധം നമുക്കറിയാം, ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ളതാണ്, അത് നമുക്ക് തെറ്റിപ്പോവില്ല. ഇനി നോക്കിക്കേ, കായംകുളത്ത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണിയപ്പെട്ട പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് ഏത്? കൃഷ്ണപുരം കൊട്ടാരം. കൃഷ്ണപുരം പാലസ് ആരാണ് പണിയെഴുപ്പിച്ചത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തെക്കുംകൂറ് വടക്കുംകൂറ് എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി, അതായത് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ തെക്കുംകൂറ് വടക്കുംകൂറ് എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്തു. ആറ്റിങ്ങൽ, കൊട്ടാരക്കര, അതേപോലെ തന്നെ കിളിമാനൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്തു. ആറ്റിങ്ങൽ 1730 ചേർത്തു, കൊട്ടാരക്കര 1741. അന്നേ കാലത്ത് അത് അറിയപ്പെടുന്നത് ഇളയെടുത്ത് സ്വരൂപം എന്നായിരുന്നു. 1741 കൊട്ടാരക്കര അല്ലെങ്കിൽ ഇളയെടുത്ത് സ്വരൂപം തിരുവിതാംകൂറിനോട് ചേർക്കുന്നു. 1742 കിളിമാനൂര് തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കിയേ, 1742 മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവുമായിട്ട് ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. 1742 ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. 1746 മാർത്താണ്ഡവർമ്മയും കായംകുളവുമായിട്ട് നടന്ന യുദ്ധമാണ് പുറക്കാട് യുദ്ധം. പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇനി നോക്കിയേ, 1754 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആനന്ദേശ്വരം യുദ്ധം. 1754 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ നടന്ന യുദ്ധമാണെന്ന് ഓർത്തിരിക്കുക. 1754 ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാർത്താണ്ഡവർമ്മയുടെ അനന്തരവനായ കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ചാണ്. അന്ന് മരുമക്കത്തായ സമ്പ്രദായം ആയതുകൊണ്ട് അമ്മാവിന് ശേഷം അനന്തരവനാണ് എന്ത് ചെയ്യുന്നത്? അധികാരത്തിലേക്ക് ഏറുന്നത്. അപ്പോൾ നോക്കി, നമ്മളിപ്പോൾ ഇതിനെ കാർത്തിക തിരുനാളിനെ ഒരു ഭരണാധികാരിയായിട്ട് പഠിക്കുന്നുവെങ്കിലും മാർത്താണ്ഡവർമ്മയുടെ പല സൈനിക നടപടികളിലും അദ്ദേഹത്തിൻ്റെ ദിവാന്മാരോടൊപ്പം അല്ലെ സൈനിക നേതാക്കന്മാരോടൊപ്പം അവരോടൊപ്പം ഒക്കെ നിന്നിട്ടുള്ള പ്രധാനിയായ ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ നോക്കിയേ, കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം വരുന്നത് 1758 മുതൽ 1798 വരെ 40 വർഷമാണ്. അപ്പോൾ അതങ്ങനെ ഓർത്തിരിക്കുക. 1758 മുതൽ 1798 വരെ 40 വർഷം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ്. അറിയപ്പെടുന്നത് കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്തിക തിരുനാളാണ്. ധർമ്മരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്തിക തിരുനാളാണ്. ഇനി നോക്കിയേ, ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ്. അതേപോലെ തന്നെ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയൊക്കെ ആക്രമണ സമയത്ത്, അവരൊക്കെ മലബാർ ആക്രമിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്നു. ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്നും വന്ന ആൾക്കാർക്ക് അഭയം കൊടുത്തത് കാർത്തിക തിരുനാളാണ്.
നോക്കിയേ, ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. മാർത്താണ്ഡവർമ്മ ഏത് കോട്ട? വട്ടക്കോട്ട പണി കഴിപ്പിച്ചു. കാർത്തിക തിരുനാള് നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചു. ഒറ്റക്കൽ മണ്ഡപമാണെങ്കിൽ മാർത്താണ്ഡവർമ്മയും കുലശേഖര മണ്ഡപമാണെങ്കിൽ ധർമ്മരാജയുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചു. ഇങ്ങനെ മൂന്നായിട്ടും 3 മുഖങ്ങളായിട്ട് തിരുവിതാംകൂറിനെ ഡിവൈഡ് ചെയ്താരാണ്? കാർത്തിക തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിട്ട് നമ്മുടെ പോപ്പിന്റെ കത്ത് ലഭിച്ച, റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ചത് കാർത്തിക തിരുനാളിലാണ്. നോക്കിയേ, കഥകളിയുടെ ഉന്നമനത്തിനായി കൊട്ടാരൻ കഥകളി യോഗം ആരംഭിച്ചു. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന കുറച്ച് കാര്യമാണ്. എന്നാലും ഡിഗ്രി ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്തതാണ്. എല്ലാം അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. കഥകളിയുടെ ഉന്നമനത്തിനായിട്ട് കൊട്ടാരൻ കഥകളി യോഗം സംഘടിപ്പിച്ചു. 1790 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? ധർമ്മരാജയാണെന്ന് ഓർത്തിരിക്കുക. 1790, ചിലപ്പോൾ ഓപ്ഷനിൽ ധർമ്മരാജ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അത് കാർത്തിക തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. നോക്കിയേ, 1790 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത്, മാർത്താണ്ഡവർമ്മ ഭരിക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് കാർത്തിക തിരുനാളാണ്. അതേപോലെ തന്നെ കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി പൂർത്തിയാക്കിയ സമയത്ത് ആരാണ് രാജാവ്? കാർത്തിക തിരുനാളാണ്. കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി പൂർത്തിയാവുമ്പോൾ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാളാണ്. തുടങ്ങുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കിയേ, തെക്കൻ കളരി അവതരിപ്പിച്ച ഭരണാധികാരിയാണ്. അതേപോലെ തന്നെ കൊട്ടാരത്തിൽ എന്താണ്? കഥകളി യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ശുചീന്ദ്രം ഉടമ്പടിയുടെ സമയത്തെ ഭരണാധികാരി. ശുചീന്ദ്ര ഉടമ്പടി 1762 നടന്ന ഉടമ്പടിയാണ്. ശുചീന്ദ്രം ഉടമ്പടിയുടെ സമയത്തെ ഭരണാധികാരി ആരാന്ന് ചോദിക്കാം. ആരാണ്? നമ്മുടെ കാർത്തിക തിരുനാളാണ്. 2ാം തൃപ്പടിദാനം, മാർത്താണ്ഡവർമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 1ാം തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ നടത്തിയെന്ന് പറഞ്ഞു. 2ാം തൃപ്പടിദാനം 1766 നടത്തിയ ഭരണാധികാരി ഓൾറെഡി PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 2ാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. നോക്കിക്കേ, അടുത്തത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1810 വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു. തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്ത് ഭരണാധികാരി ആരായിരുന്നു? അവിട്ടം തിരുനാളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏത്? ഹജൂർ കച്ചേരി. ഹജൂർ കച്ചേരി എവിടെ ആരംഭിച്ചു? കൊല്ലത്ത് ആരംഭിച്ചു. ഹജൂർ കച്ചേരി കൊല്ലത്ത് ആരംഭിച്ചു. അല്ലെങ്കിൽ എന്താണ്? സെക്രട്ടേറിയറ്റ് കൊല്ലത്ത് സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച സമയത്തെ ഭരണാധികാരിയാണ്. അതേപോലെ തന്നെ വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷി യോഗ്യമാക്കിയ സമയത്തെ ഭരണാധികാരിയാണ്. അപ്പൊ നോക്കിക്കേ, ഇത് ഇത്രയും ചെയ്ത ഇദ്ദേഹത്തിന്റെ ദളവയാണ് ആര്? വേലുത്തമ്പി ദളവ. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തിലാണ് ഇത് ഇത്രയൊക്കെ നടക്കുന്നത്. എന്താണ്? ഹജൂർ കച്ചേരി. അപ്പൊ നോക്കിയേ, സെക്രട്ടേറിയറ്റ് വെച്ചിരിക്കുന്ന പ്രതിമ ആരുടെയാണ്? അത് വേലുത്തമ്പി ദളവയുടെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്ത്? സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഹജൂർ കച്ചേരിയാണ്. ഇദ്ദേഹം അവിട്ടം തിരുനാളിൻ്റെ ദളവയായിരുന്നു. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നത്. പിന്നെ സഞ്ചരിക്കുന്ന കോടതികൾ, വളരെ കുറച്ച് കാര്യങ്ങളെ ഇദ്ദേഹത്തിനാണെങ്കിൽ പഠിക്കാനുള്ളൂ. 1 ഹജൂർ കച്ചേരി നമ്മൾ ഓർത്തിരിക്കണം. 2 സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. 3 എന്താണ്? വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ എന്തിനെ ചെയ്തു? കൃഷി യോഗ്യമാക്കുന്ന സമയത്തെ ഭരണാധികാരിയുമാണ് ആര്? അവിട്ടം തിരുനാളെന്ന് പറയുന്നത്. നോക്കിയേ, തിരുവിതാംകൂർ പട്ടാള ലഹള, അതായത് തിരുവിതാംകൂറിന്റെ പട്ടാളക്കാർക്ക് അലവൻസ് വെട്ടിക്കുറച്ചതിനെ തുടർന്ന്, വേലുത്തമ്പി ദളവ അലവൻസ് വെട്ടിക്കുറച്ചതിനെ തുടർന്നുണ്ടായ ലഹളയാണ് ഏത്? തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. 1804 ഈ ഒരു കാര്യം നടക്കുന്നത്, ഈ ഒരു ലഹള നടക്കുന്നത്. എന്ന് നോക്കിക്കേ, വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണിയെഴുപ്പിച്ച സമയത്തെ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് അല്ലെങ്കിൽ കാവൽ എന്നാണ് ആ പോലീസ് സേന അറിയപ്പെടുന്നത്. അതിന് തുടക്കം കുറിച്ച സമയത്ത് ഭരണാധികാരി അവിട്ടം തിരുനാളാണ്. നീതിന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഇൻസുവാഫ് കച്ചേരി ആരംഭിച്ചത് ആരാണ്?
നമ്മുടെ അവിട്ടം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. നോക്കിയേ, അതൊക്കെ ആരംഭിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയും പിന്നെ ഉമ്മിണിത്തമ്പി ദളവയായിരുന്നു അവിട്ടം തിരുനാളിൻ്റെ ദളവമാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പം തിരുവിതാംകൂർ പട്ടാളലേല 1804 നടക്കുന്നു. അത് നമ്മുടെ അവിട്ടം തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് എന്താണെന്ന് അറിയപ്പെടുന്നത്? കാവൽ സേനയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്ത് ഭരണാധികാരി ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇന്ന് നോക്കി, നീതിന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഇൻസുവാഫ് കച്ചേരി ആരംഭിച്ചത്. ഇൻസുവാഫ് കച്ചേരി എന്ന് പറയുന്നത് നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ആരംഭിച്ചതാണ്. ഇത് മൂന്നും ആരംഭിച്ചത് ചിലപ്പം ദളവ ചോദിച്ചാലോ എന്ന് കരുതി ഞാൻ ആഡ് ചെയ്തതാണ്. ഏതാണ്? ഉമ്മിണിത്തമ്പിയാണെന്ന് ഓർത്തിരിക്കുക. ഉമ്മിണിത്തമ്പിയാണ് ഈ 3 കാര്യങ്ങൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി, ബാലരാമപുരം പട്ടണം പണിയെടുപ്പിച്ചതൊക്കെ ആരാണ്? ഉമ്മിണിത്തമ്പിയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ന് നോക്കി, അടുത്തത് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ്. വർഷം 1810 1815, 5 വർഷം. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആര്? ഗൗരി ലക്ഷ്മി ഭായി. പേര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. സേതു ലക്ഷ്മി ഭായി എന്ന പേരിൽ അടുത്തൊരു ഭരണാധികാരി വരുന്നുണ്ട്. അപ്പോൾ അത് മാറിപ്പോകരുത്. നമ്മൾ ഗൗരി ലക്ഷ്മി ഭായി ആണ് ആദ്യത്തെ തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരി. ഗൗരി ലക്ഷ്മി ഭായി ആണ്. നോക്കിക്കേ, തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരിയാണ്. റീജന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഭരണം, അതായത് ശരിക്കും ഭരണാധികാരി ആകേണ്ട ആളില്ലാത്തത് കൊണ്ട് അവർക്ക് പകരം ആ നാട് അല്ലെങ്കിൽ അവർ ഭരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അവരെ പറയുന്ന പേരാണ് എന്ത്? റീജന്റ് ഭരണാധികാരി എന്ന് പറയും. നോക്കിക്കേ, തിരുവിതാംകൂറിൽ ജില്ലാ കോടതികളും അപ്പീൽ കോടതികളും വന്നത് ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. ജില്ലാ കോടതികൾ 1811 അപ്പീൽ കോടതികൾ 1814 സ്ഥാപിച്ചത് ഗൗരി ലക്ഷ്മി ഭായി ആണ്. മാറിപ്പോരുത്, ഗൗരി ലക്ഷ്മി ഭായി ആണ്. നോക്കിക്കേ, 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് ഗൗരി ലക്ഷ്മി ഭായി ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ളതാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൗരി ലക്ഷ്മി ഭായി ആണെന്ന് ഓർത്തിരിക്കുക. നോക്കിക്കേ, സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ആരംഭിച്ചു. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന സമ്പ്രദായമൊക്കെ ആരംഭിച്ചത് ആരാണ്? ഗൗരി ലക്ഷ്മി ഭായി ആണ്. പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അതാരാണ്? ഗൗരി ലക്ഷ്മി ഭായി ആണ്. അപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ജില്ലാ കോടതി അപ്പീൽ കോടതിയും എന്ന ആരുടെ കാലത്താണ്? ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. അതേപോലെ തന്നെ അടിമക്കച്ചവടം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. അടിമക്കച്ചവടം 1812 വർഷവും ചോദിച്ചിട്ടുണ്ട്, ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1812 ഓർത്തിരിക്കുക. നോക്കിക്കേ, സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് ആരാണ്? നമ്മുടെ റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് ഗൗരി ലക്ഷ്മി ഭായി ആയിരുന്നു ഭരണാധികാരി. നോക്കിക്കേ, തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. ഈ 3 പോയിന്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും ഇംപ്ലിമെന്റ് ചെയ്ത ആരുടെ ഭരണകാലത്താണ്? ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലത്താണ്. നോക്കിക്കേ, അടുത്തതാണ് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായ്. അതായത് 1810 മുതൽ 15 വരെ ഗൗരി ലക്ഷ്മിഭായ് ഭരിക്കുന്നു. അത് കഴിയുമ്പോൾ ആരുണ്ടാകുന്നു? സ്വാതി തിരുനാൾ. 1813 സ്വാതി തിരുനാൾ ഉണ്ടാകുന്നു. 2 വർഷത്തിന് ശേഷം ഗൗരി ലക്ഷ്മിഭായ് അന്തരിക്കുന്നതിന് ശേഷം ആര് വരുന്നു അധികാരത്തിലേക്ക്? അടുത്തതും ഒരു ലേഡി തന്നെയാണ് വരുന്നത്. ആരാണ്? ഗൗരി പാർവതി ഭായ് ആണ് വരുന്നത്. നോക്കിയപ്പോൾ മാറിപ്പോകരുത്. തിരുവിതാംകൂറിലെ ആദ്യം മുഴുവൻ സമയ റീജൻ്റായിട്ട് ഭരണാധികാരിയായത് ആരാണ്? ഗൗരി പാർവതി ഭായ് ആണ്. നോക്കിക്കേ, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ ഭരണാധികാരി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ നോക്കി, ഇതിനകത്ത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം കൂടുതലും ചെയ്ത ആരാണ്? പാർവതി ഭായ് ആണെന്ന് ഓർത്തിരിക്കുക. അതായത് നോക്കിക്കേ, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയത് ആരാണ്? പാർവതി ഭായ് ആണ്. വിദ്യാഭ്യാസം
ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഗൗരി പാർവതിഭായ് ആണ്. നോക്കി, 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. 1817 നടക്കുന്നത്. അപ്പൊ നോക്കിക്കേ, വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഗൗരി പാർവതിഭായ് ആണ്. അതുപോലെ 1817 ഈ വർഷം ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ, പഠിത്തവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി, വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. അതേപോലെ 1817 വിദ്യാലയങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ ഏറ്റെടുത്തു. 1817 തന്നെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതിഭായ് ആണെന്ന് ഓർത്തിരിക്കുക, മാറിപ്പോകരുത്. നോക്കിക്കുക, അതേപോലെ തന്നെ പാർവതി പുത്തനാർ, അത് നമുക്ക് പേര് വെച്ച് തന്നെ കണക്ട് ചെയ്യാം. പാർവതി എന്ന പേരാണ് വന്നിരിക്കുന്നത്. അപ്പൊ പാർവതി പുത്തനാർ നിർമ്മിച്ചത് ആരാണ്? നമ്മുടെ പാർവതിഭായ് ആണ്. ഇത് വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ആ ഒരു പതിവ് അവസാനിപ്പിച്ചത് ആരാണ്? പാർവതിഭായ് ആണ്. അപ്പം സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം കൊടുക്കാതെ ആൾക്കാരെയും കൊണ്ട് പണി ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? അത് ഗൗരി പാർവതിഭായ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിന് അന്നൊരു സിസ്റ്റമുണ്ട്. അടിയറപ്പണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് നിർത്തലാക്കിയത് ആരാണ്? പാർവതിഭായ് ആണ്. അപ്പം സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു. എല്ലാവർക്കും, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം, വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അനുമതി നൽകി. അതേപോലെ തന്നെ ടാക്സ്, കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി. എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകി. ആലപ്പുഴയിലും കോട്ടയത്തും എന്ത് ചെയ്തു? പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതിപരമായിട്ടുള്ള കുറച്ച് ഡിസ്ക്രിമിനേഷൻ മാറിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. എന്തൊക്കെയാണ്? സ്വർണം, വെള്ളിയിലുള്ള ആഭരണങ്ങൾ ധരിക്കാം. അതേപോലെ തന്നെ എല്ലാവർക്കും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പുരകൾ ഓടുമേയാം. അതേപോലെ തന്നെ അടിയറപ്പണം എന്ന സമ്പ്രദായം നിർത്തലാക്കുക. പെൺപള്ളിക്കൂടം എവിടെ ആരംഭിച്ചു? ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഗൗരി പാർവതിഭായ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയതും പാർവതിഭായിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ 1815 മുതൽ 29 വരെയാണ് ആര് ഭരിച്ചത്? പാർവതിഭായ് ആണ്. ഈ സമയത്ത് നടന്നൊരു പ്രധാന കൺസ്ട്രക്ഷൻ ആണ് ഇത്, തേവള്ളി കൊട്ടാരം. തേവള്ളി എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ സ്ഥലമാണ്. അപ്പോൾ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ CMS പ്രസ് വന്നതും, നമ്മുടെ ലണ്ടൻ മിഷൻ സൊസൈറ്റി, കുറേ മിഷണറീസ് വന്നിട്ടുണ്ട് ആ സമയത്ത് അല്ലേ കേരളത്തിലേക്ക്. അപ്പോൾ അതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റീസ് നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? ഗൗരി പാർവതിഭായ് ആണ്. ഗൗരി പാർവതിഭായ് ആണ്. അപ്പോൾ 1821 എന്ത് ചെയ്യുന്നത്? CMS പ്രസ് വരുന്നത്. അപ്പോൾ ഈ CMS പ്രസ് വരുന്ന നിലവിൽ സ്ഥാപിതമാകുന്ന സമയത്ത് ആരാണ് ഭരണാധികാരി? പാർവതിഭായ് ആണ്. കോട്ടയത്താണ് CMS പ്രസ് വരുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 1821 ഈ വർഷം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ വരുന്നത് പാർവതി പുത്തനാറും തേവള്ളി കൊട്ടാരവുമാണ് ഈ ഒരു സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട 2 കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ CMS പ്രസ് ആ സമയത്തൊക്കെ വരുന്ന ആദ്യത്തെ പ്രസ്സിലൊക്കെ വരുന്നതാണ് ഇത് CMS പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസ് സ്ഥാപിതമാകുമ്പോഴും ഗൗരി പാർവതിഭായ് ആണ്. പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് പാർവതിഭായ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്താണ് സ്വാതി തിരുനാൾ. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു റീജൻ്റായിട്ട്, സ്വാതി തിരുനാളിൻ്റെ റീജൻ്റായിട്ടാണ് ഇവർ ഭരിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം സ്വാതി തിരുനാൾ അധികാരത്തിലേറുന്ന ഏത് വർഷമാണ്? 1829 1829 അധികാരത്തിലേറുന്ന സ്വാതി തിരുനാൾ 1846 വരെ തിരുവിതാംകൂർ ഭരിക്കുന്നു. ഈ സമയത്ത് ആണ് തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന സമയം. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അതായത് രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞനിലെ രാജാക്കന്മാരും എന്നൊക്കെ അറിയപ്പെടുന്ന സ്വാതി തിരുനാളാണ്. ഏകദേശം 18ഓളം ഭാഷകളൊക്കെ അനായാസമായി കൈകാര്യം ചെയ്യാനും മാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം നിർത്തലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശുചീന്ദ്രം കൈമുക്ക്. ഓൾറെഡി ഇതിപ്പോൾ നമ്മൾ കണ്ട ചോദ്യത്തിൽ തന്നെ വന്നൊരു പോയിന്റാണ്. ശുചീന്ദ്രം കൈമുക്ക് മാർത്താണ്ഡവർമ്മ ആരംഭിക്കുകയും സ്വാതി തിരുനാള് നിർത്തലാക്കുകയും ചെയ്തു. അപ്പം സ്വാതി തിരുനാളാണ് എന്ത് ചെയ്തത്? ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത്.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പ്രാകൃതമായ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. നോക്കിയേ, തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടന്നത് 1836. ഈ വർഷവും ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഭരണാധികാരി എന്നും ചോദിച്ചിട്ടുണ്ട്. 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ്, ആദ്യ സെൻസസിനേ ഉള്ളൂ കേട്ടോ, ആദ്യ സെൻസസ് നടന്നത്. അല്ലെങ്കിൽ കാനേഷുമാരി എന്ന് പറയും, സെൻസസിന് പറയുന്ന പേരാണ് കാനേഷുമാരി എന്ന് പറയും. ഇത് തിരുവിതാംകൂറിൽ നടന്നത് 1836. അപ്പം ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവിതാംകൂറിലേക്ക് മാറ്റി സ്ഥാപിച്ചത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. അതേപോലെ തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അതേപോലെ ആധുനിക ലിപി വിളംബരം 1837 ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജലസേചന വകുപ്പ് തന്നെ ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. ജലസേചന വകുപ്പ് ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. 1837 തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. ഒരുപാട് ഡെവലപ്മെന്റ് വന്ന ഒരു കാലഘട്ടമാണ്. നോക്കിക്കേ, ഇനി കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി വന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറങ്ങുന്നത് 1839. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതി വന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. മാറിപ്പോകരുത്, മുൻസിഫ് കോടതികൾ വന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതേപോലെ തന്നെ മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തൈക്കാട് ആശുപത്രി, കുതിരമാളിക അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ചരിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചിരുന്നത് കുതിരമാളികയിലാണ്. ആ സമയത്ത് വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നാട് നീങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ് ഇത് കുതിരമാളിക തുടങ്ങിയവയൊക്കെ നിർമ്മിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ഇനി തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട് വരുന്നത് ശുചീന്ദ്രൻ കൈമുക്ക് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ജലസേചന വകുപ്പ് ആരംഭിച്ചു. ഇനി നോക്കിയേ, തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ഒക്കെ ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചു. ഏത് വർഷം? 1834. പിന്നെ കലാകാരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, കലയോട് ഒരുപാട് സ്നേഹമുള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ലഭിച്ച ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പം മോഹിനിയാട്ടത്തിൻ്റെ തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. മോഹിനിയാട്ടത്തിൽ വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. അതേപോലെ നോക്കി, നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു. നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചതും ആരാണ്? സ്വാതി തിരുനാളാണ്. നോക്കിക്കേ, അടുത്തത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പം സ്വാതി തിരുനാളിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലൊക്കെ പഠിക്കാനായിട്ടുള്ളൂ. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം, മോഹിനിയാട്ടം ആയിരുന്നു സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കലാരൂപമെങ്കിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ്. ഏതാണ്? കഥകളിയുടെ സുവർണ കാലഘട്ടം. ഇദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമയത്ത് സ്ഥാപിതമായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത് നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പം നേപ്പിയർ മ്യൂസിയം കൊണ്ടുവരുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നോക്കിയേ, തിരുവിതാംകൂറിൽ പോസ്റ്റ് സംവിധാനം നിലവിൽ വന്ന സമയത്തെ ഭരണാധികാരിയാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ആലപ്പുഴയിലാണ്. PYQ ആണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായത് എന്നുള്ളത് PYQ ആണ്. എവിടെയാണ്? ആലപ്പുഴയിലാണ്. 1857 സ്ഥാപിതമാകുന്നത്. നോക്കിക്കേ, 1857 എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം എന്ത്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നത് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നോക്കിയേ, കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആയ ഡാറാസ് മെയിൽ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1859 ആലപ്പുഴയിൽ എന്ത് വരുന്നത്?
നമ്മുടെ ഡാറാസ് മെയിൽ വരുന്നത്. ഡാറാസ് മെയിൽ സ്ഥാപിതമായ സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ഉത്രം തിരുനാളായിരുന്നു. നോക്കിക്കേ, സൗകര്യത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ ഏൽപ്പിക്കുകയും ചെയ്ത ആരാണ്? ഉത്രം തിരുനാളാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഊഴിയം വേല. അതായത് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നൊരു പരിപാടിയാണത്. ഊഴിയം വേല നിർത്തലാക്കി. അതായത് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം, അതായത് കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം നിർത്തലാക്കിയത് ആരുടെ കാലത്താണ്? ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നെ നേപ്പിയർ മ്യൂസിയവും അതേപോലെ തന്നെ ഊഴിയം വേലയും നിർബന്ധമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. കഥകളിയുടെ സുവർണ കാലഘട്ടം ഏതാണ്? ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു. ആര്? ഉത്രം തിരുനാളെന്ന്. പെൺ പള്ളിക്കൂടമാണെങ്കിലോ അത് ഗൗരി പാർവതി ഭായി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, തിരുവനന്തപുരത്ത് മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായ സമയത്തെ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരിക്കും കൂടുതലും ചോദിക്കുന്നത് ഇതുപോലത്തെയുള്ള ഈ ഊഴിയം വേല പോലത്തെ സമ്പ്രദായങ്ങളൊക്കെ നിർത്തലാക്കി ശുചീന്ദ്രം കൈമുക്ക് അതൊക്കെ നിർത്തലാക്കിയതും ആരംഭിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. പിന്നെ ഈ പോസ്റ്റ് സംവിധാനം എക്സ്ട്രാ ഇതേത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ എന്നല്ലാതെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, നമ്മൾ ഈ കാലഘട്ടം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഡാറാസ് മെയിലൊക്കെ വന്ന സമയം എപ്പോഴൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃഗശാല അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഒന്ന് നോക്കി പോകേണ്ട കാര്യമാണ്. അപ്പം മൃഗശാലയും ഉദ്യാനവും ഒക്കെ സ്ഥാപിതമായ സമയത്തെ ഭരണാധികാരി ആരാണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കിക്കേ, ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടം പറയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് വിക്ടോറിയ രാജ്ഞിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ടെന്നല്ല, ഇത് പഠിക്കുമ്പോൾ വിക്ടോറിയ രാജ്ഞിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് ആയില്യം തിരുനാൾ എന്ന ഭരണാധികാരിയുമായിട്ടാണ്. നോക്കിയേ, വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഈ ഹിന്ദ് ബഹുമതി നേടിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ആയില്യം തിരുനാൾ. കാലഘട്ടം 1860 മുതൽ 1880 വരെ. അപ്പം വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഈ ഹിന്ദ് ബഹുമതി നേടിയ ഭരണാധികാരിയാണ്. 1861 സർക്കാർ അഞ്ചൽ, അപ്പോൾ അഞ്ചൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്ത ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. നോക്കിയേ, 1866 ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആയില്യം തിരുനാൾ. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഈ ഒരു രാജ്ഞിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് രാജാവാണ്? ആയില്യം തിരുനാളാണ്. നോക്കിക്കേ, 1866 മഹാരാജ പട്ടം നൽകിയത് വിക്ടോറിയ രാജ്ഞിയാണ്. ആർക്കാണ്? ആയില്യം തിരുനാളിന് മഹാരാജ പട്ടം നൽകിയത് നമ്മുടെ വിക്ടോറിയ രാജ്ഞിയാണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. സന്ദിഷ്ടവാദി. അപ്പോൾ നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. സന്ദിഷ്ടവാദി എന്ന പത്രം ആരാണ് കണ്ടുകെട്ടിയത്? ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണിത് കണ്ടുകെട്ടുന്നത്. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചതും ആയില്യം തിരുനാളാണ്. ജന്മിക്കുടിയാൻ വിളംബരം 1867 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ആയില്യം തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യം വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പണ്ടാരപ്പാട്ട് വിളംബരവും, രണ്ട് ജന്മികുടിയാൻ വിളംബരവും. പണ്ടാരപ്പാട്ട് വിളംബരം 1865 ആരാണ് പ്രഖ്യാപിച്ചത് അല്ലെ വിളംബരം നടത്തിയത്? ആയില്യം തിരുനാളാണ്. 1867 ജന്മികുടിയാൻ വിളംബരം നടത്തിയതും ആരാണ്? ആയില്യം തിരുനാളാണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. ഈ രണ്ട് വിളംബരങ്ങളും നടത്തിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. ഇനി നോക്കിക്കേ, സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചെന്ന് ആയില്യം തിരുനാളാണ്. 1869 ഉദ്ഘാടനം ചെയ്തതൊന്നും വേണ്ട, ജസ്റ്റ് ആഡോണായിട്ട് കൊടുത്തതേ ഉള്ളൂ. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആരാണ്? നമ്മുടെ ആയില്യം തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് സ്ഥാപിച്ച കുറേ കാര്യങ്ങളാണ്. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസിക രോഗാശുപത്രി, സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിലൊക്കെ നിർമ്മിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി നോക്കിക്കേ, 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം
ആരംഭിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നെ വരുന്നൊരു പ്രധാന കൺസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് പുനലൂർ തൂക്കുപാലമാണ്. പുനലൂർ തൂക്കുപാലം ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് ഓർത്തിരിക്കുക. അപ്പം പ്രധാനമായിട്ടും ആയില്യം തിരുനാളിൻ്റെ കാലത്ത് വരുന്നത് വിക്ടോറിയ രാജ്ഞി കൊടുത്ത പദവികളുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തി ആയില്യം തിരുനാളാണ്. പണ്ടാരപ്പാട്ട് വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും ആരാണ്? ആയില്യം തിരുനാളാണ്. അതേപോലെ തന്നെ നേപ്പിയർ മ്യൂസിയവും നമ്മുടെ അഞ്ചൽ സംവിധാനവും പൊതുജനങ്ങൾക്ക്, ഇത് രണ്ടും പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു നൽകിയ ആരാണ്? ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ആദ്യത്തെ ജനറൽ ആശുപത്രി, ആദ്യത്തെ മാനസിക രോഗാശുപത്രി, അതേപോലെ തന്നെ ജയില്, പൂജപ്പുര ജയിലൊക്കെ ആരുടെ കാലഘട്ടത്തിലാണ്? ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഞാൻ നോക്കി, കർഷകരുടെ, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? ഇത് തന്നെ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട് വിളംബരം നടത്തിയ രാജാവാണ് ആരെന്ന് പറയുന്നത്? ആയില്യം തിരുനാൾ. വർഷം ചോദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ തന്നിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1865 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, മറന്നു പോകരുത്. ഓക്കെ, ഇനി നോക്കി, ആയില്യം തിരുനാളിൻ്റെ കാലത്ത് നടന്ന മറ്റു 1-2 കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അതായത് MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയ സമയത്തെ ഭരണാധികാരി ആയില്യം തിരുനാളാണ്. MC റോഡ് തിരുവനന്തപുരത്തെ കേശവദാസം മുതൽ അങ്കമാലി വരെ നീണ്ടു കിടക്കുന്ന MC റോഡിനെ പണി പൂർത്തിയാക്കിയ സമയത്തെ ഭരണാധികാരി ആയില്യം തിരുനാളാണ്. പ്രാദേശിക ഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിക്കുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വാക്സിനേഷൻ ആരംഭിക്കുമ്പോഴും തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു. ഇനി കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. എന്നിട്ട് ഇദ്ദേഹത്തെ തന്നെ അധ്യക്ഷനാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു പാഠപുസ്തക കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്തും ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. അപ്പം നോക്കിയേ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയത് ആയില്യം തിരുനാളാണ്. എന്നിട്ട് ഈ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ തന്നെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചത് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ ഭരണാധികാരിയാണ്. ഇതും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിക്കുന്ന സമയത്തെ ഭരണാധികാരി ആയില്യം തിരുനാളാണ്. ഇപ്പം നമ്മൾ നേരത്തെ സെൻസസിൻ്റെ കാര്യം പറഞ്ഞു. 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ആദ്യത്തെ സെൻസസ്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ സെൻസസ് ആണ്, അത് നോക്കിക്കോണമെന്ന് പറഞ്ഞു. നോക്കിക്കേ, തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. മാറിപ്പോകരുത്. ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടക്കുന്നത് 875 നമ്മുടെ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പം തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആയില്യം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് വിശാഖം തിരുനാൾ. 80-85 5 വർഷത്തോളമേ അദ്ദേഹവും ഭരിച്ചിട്ടുള്ളൂ. നോക്കിയേ, പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ്. ജസ്റ്റ് വിശേഷണം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇദ്ദേഹത്തിന് പ്രധാന താല്പര്യമുള്ള 2 മേഖലയായിരുന്നു. ഒന്ന് കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ വിശാഖം തിരുനാളെന്ന് പറയുന്നത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഭരണാധികാരി ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ വാക്കുകൾ നോക്കി വേണം നമ്മളെപ്പോഴും ആൻസർ മാർക്ക് ചെയ്യാനായിട്ട്. സമ്പൂർണ്ണ ഭൂസർവേ നടക്കുന്ന സമയത്ത് 1883 സമ്പൂർണ്ണ ഭൂസർവേ നടക്കുന്നത്. ഈ സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന ആരാണ്? നമ്മുടെ ശ്രീ വിശാഖം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭൂസർവേ നടത്തുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇന്ന് നോക്കി, 1884 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മിൽ കൊല്ലത്ത് ആരംഭിച്ച സമയത്തെ ഭരണാധികാരിയാണ്. അപ്പോൾ പരുത്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൃഷിയുമായിട്ട് കണക്ട് ചെയ്തിടാം അല്ലേ? അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് ആര്? ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ട് നമ്മൾ പേര് കൊടുത്തിട്ടുള്ള മരച്ചീനി ഏതാണ്? ശ്രീ വിശാഖം എന്ന പേരിലൊരു മരച്ചീനിക്ക് ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മൾ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അംഗത്വം അല്ലെങ്കിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ചത് ആർക്കാണ്? ഈ പറഞ്ഞ വിശാഖം തിരുനാളിനാണെന്ന് ഓർത്തിരിക്കുക. പരുത്തിമില്ലെന്ന് പറയുമ്പോൾ കൃഷിയായിട്ട് കണക്ട് ചെയ്യാം. കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന മഹാരാജാവാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച കൃഷി ഏതാണ്?
മരച്ചീനി കൃഷി തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇനി നോക്കിയേ, മുല്ലപ്പെരിയാർ ഡാമിന് അനുമതി നൽകിയത് ആരാണ്? അന്തിമ അനുമതി നൽകിയത് വിശാഖം തിരുനാളാണ്. എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാനിത് എഴുതുന്നത് എന്ന ആ സമയത്ത് അഭിപ്രായപ്പെട്ടത് ഏത് ഭരണാധികാരിയാണ്? വിശാഖം തിരുനാളാണ്. അപ്പോൾ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാനിത് എഴുതുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകുന്ന സമയത്ത് എഴുതിയത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. നോക്കിക്കേ, നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാളാണ്. ഹൈക്കോടതി, കുറേ കോടതികൾ നമ്മൾ പറഞ്ഞു, മുനിസിപ്പൽ കോടതി അല്ലെ ജില്ലാ കോടതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ജസ്റ്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് വിശാഖം തിരുനാളാണ്. ഇനി നോക്കിയേ, സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ശ്രീ വിശാഖം തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 രചനകളൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ദ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ് എന്നതും അതേപോലെ ഒബ്സർവേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതും ശ്രീ വിശാഖം തിരുനാളിൻ്റെ രചനയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തതാണ് ശ്രീമൂലം തിരുനാൾ. കുറേ കാര്യങ്ങൾ ശ്രീമൂലം തിരുനാളിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്തെ ഭരണാധികാരി ആരാണ്? അത് ശ്രീമൂലം തിരുനാളാണ്. എന്നാണ് 1895. 1895 മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ശ്രീമൂലം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയാൽ 1896 തിരുവിതാംകൂറിൽ ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ജന്മികുടിയാൻ വിളംബരമാണെങ്കിൽ ആയില്യം തിരുനാളും, ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട് ആണെങ്കിൽ അത് 1896 ശ്രീമൂലം തിരുനാളും ആണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ മുതലെടുത്ത് തന്നെയാണ് നമ്മൾ ആദ്യം കണ്ട ചോദ്യം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. നോക്കിക്കേ, ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഈ 3ഉം സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് മുമ്പാകെയാണെന്ന് ഓർത്തിരിക്കുക. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. എന്നൊക്കെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് കഴ്സൺ പ്രഭു എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂർ സന്ദർശിക്കുന്നത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും ആരാണ്? അത് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ പിന്നോക്ക സമുദായത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകൾ പ്രവേശനം നൽകുകയും അവരുടെ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ചെയ്ത ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക അതാരാണ്? ശ്രീമൂലം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ നിലവിൽ വരുന്ന സമയത്തെ ഭരണാധികാരി. അപ്പോൾ റെയിൽവേ ലൈൻ നിലവിൽ വരുന്ന സമയത്ത് എവിടെയാണ്? കൊല്ലം ചെങ്കോട്ടയിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വരുന്ന സമയത്തെ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, പുരാവസ്തു വകുപ്പ് ഇവയെല്ലാം സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാലയും വനിതാ കോളേജ് എന്നിവ ആരംഭിച്ചു. അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി ഇതൊക്കെ ആരുടെ കാലത്താണ് വന്നത്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇന്നൊക്കെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയതും നാഞ്ചിനാട്ടിൽ കോതയാർ അണക്കെട്ട് നിർമ്മിച്ചതും നമ്മുടെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കാം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളാണ്. അതേപോലെ തന്നെ സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, പുരാവസ്തു വകുപ്പൊക്കെ ആരംഭിച്ചു. വനിതാ കോളേജ് ആരംഭിച്ചു. ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ചു. ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈഫ് ഇൻഷുറൻസ് പദ്ധതി തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാണ്? ശ്രീമൂലം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ശ്രീമൂലം പ്രജാസഭയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആരംഭിക്കുന്ന ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ജസ്റ്റ് ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി 1910 ജാതിഭേദമില്ലാതെ തിരുവിതാംകൂറിൽ സ്കൂൾ പ്രവേശനം അനുവദിച്ചു.
തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് പണി കഴിപ്പിച്ചു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയ ഭരണാധികാരി. ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയ സമയത്ത് ഭരണാധികാരി ആരാണ്? അത് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. നോക്കിക്കേ, ശ്രീമൂലം തിരുനാൾ പ്രജാസഭ രൂപീകരിച്ചു. ശ്രീമൂലം പ്രജാസഭ രൂപീകരിച്ചു. അത് നമുക്ക് പേര് വെച്ച് തന്നെ കണക്ട് ചെയ്യാമാരാണ് ശ്രീമൂലം തിരുനാളാണെന്ന്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തെ ഭരണാധികാരിയാണ്. ഇനി നോക്കിക്കേ, ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. എപ്പോഴും ഈ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ നോക്കണം, ഇത് ആരംഭിക്കുന്ന സമയത്ത് ഭരണാധികാരി ഒരാളും അവസാനിക്കുന്ന സമയത്ത് ഭരണാധികാരി വേറൊരാളുമാണ്. അപ്പൊ നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി എന്ന് ഓർത്തിരിക്കുക. എന്നാൽ ഇത് അവസാനിക്കുന്ന സമയത്ത് അത് സേതുലക്ഷ്മി ഭായി ആണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പം നോക്കിയേ, അടുത്തതാരാണ്? ഈ പറഞ്ഞ പോലെ പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായി ആണ്. നേരത്തെ പഠിച്ചത് ഗൗരി ലക്ഷ്മി ഭായി ആണ്, മാറിപ്പോകരുത്. അപ്പം പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായി കാലഘട്ടം 1924 മുതൽ 1931 വരെ. 1924 മുതൽ 31 വരെ ശ്രീ ചിത്ര തിരുനാളിന് പ്രായപൂർത്തിയാകാത്തതിനാൽ അദ്ദേഹത്തിന് വേണ്ടി റീജൻ്റായിട്ട് ഭരണം നടത്തിയത് ആരാണ്? നമ്മുടെ സേതുലക്ഷ്മി ഭായി ആണ്. 90s അല്ലെങ്കിൽ 1900 ആ ഒരു കാലഘട്ടത്തിൽ വന്നത് സേതുലക്ഷ്മി ഭായി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് മുഴുവൻ സമയ ദിവാനായിട്ട് മാറിയത് ആരാണ്? എം.ഇ. വാട്സ് ആണ്. എം.ഇ. വാട്സ് മുഴുവൻ സമയ ദിവാനായി മാറിയത് ആരുടെ കാലഘട്ടത്തിലാണ്? സേതുലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. മൃഗബലി നിരോധിച്ചത്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച സമയത്തെ ഭരണാധികാരി ആരാണ്? അത് നമ്മുടെ സേതു ലക്ഷ്മി ഭായി ആണെന്ന് ഓർത്തിരിക്കുക. സേതുലക്ഷ്മി ഓപ്ഷനിൽ ഉറപ്പായിട്ടും ഗൗരി ലക്ഷ്മി ഭായി ഉണ്ടായിരിക്കും. ഉറപ്പിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യണം, സേതുലക്ഷ്മി ഭായി ആണ്. ഇവരുടെ അണ്ടറിൽ വരുന്ന 2-3 കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് മൃഗബലിയാണ്. പിന്നെ കുറേ വട്ടം BSc ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ, ദേവദാസി സമ്പ്രദായം തെക്കൻ തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ചത് ആരാണ്? അത് സേതുലക്ഷ്മി ഭായി ആണ്. അപ്പം ദേവദാസി സമ്പ്രദായം, മൃഗബലി, ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി അവസാനിപ്പിച്ചു. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസ്സാക്കി. ഏത് വർഷം? 1926. അപ്പം ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൻ്റെ വർഷം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. വർഷവും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സേതുലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അത് 1 മൃഗബലി അവസാനിപ്പിച്ചു, 2 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, 3 ബഹുഭാര്യത്വം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു, 4 വർത്തമാന പത്ര നിയമം പാസ്സാക്കുന്ന സമയത്തെ ഭരണാധികാരി. ഏതു വർഷം? 1926. മൃഗബലി ആണെങ്കിൽ 1925 എന്ത് ചെയ്യുന്നത്? നിർത്തലാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ശുചീന്ദ്രം സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം എന്നീ സത്യാഗ്രഹങ്ങൾ നടന്നത് സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ്. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും സൗജന്യ ഉച്ചഭക്ഷണവും ആരുടെ സമയത്ത് വന്ന മാറ്റങ്ങളാണ്? സേതുലക്ഷ്മി ഭായിയുടെ സമയത്ത് വന്ന മാറ്റങ്ങളാണ്. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തിന്റെ ഭരണാധികാരിയായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോഴത്തെ ഭരണാധികാരി. എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് PSc എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഓപ്ഷനിൽ ഉറപ്പായും ശ്രീമൂലവും സേതുലക്ഷ്മി ഭായിയും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ആരംഭിച്ചത് ശ്രീമൂലത്തിൻ്റെ കാലത്തും അവസാനിച്ചത് സേതുലക്ഷ്മി ഭായിയുടെ കാലത്തുമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. നോക്കിക്കേ, അപ്പം നമുക്ക് ഈ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ശുചീന്ദ്രവും തിരുവാർപ്പും വൈക്കം സത്യാഗ്രഹവും ഒക്കെ ആരുടെ കാലത്താണ്? നമ്മുടെ സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണെന്ന് ഓർത്തിരിക്കാം. പിന്നെ വൈക്കം ആരംഭിച്ചത് ശ്രീമൂലത്തിൻ്റെ കാലത്താണ്. എന്ന് നോക്കിക്കേ, വൈദ്യുതീകരിച്ചു. തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചു. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി സേതുലക്ഷ്മി ഭായി ആണ്. ഇത് നോക്കിയേ, തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചു.
അമ്മാവന് ശേഷം അനന്തരവൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറി മക്കത്തായ സമ്പ്രദായത്തിലേക്ക് മാറി. അപ്പോൾ തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം ആവിഷ്കരിച്ച ഭരണാധികാരിയാണ്. ഇനി രണ്ടാം നായർ ആക്ട് പാസ്സാക്കിയത് സേതുലക്ഷ്മി ഭായി ആണ്. ഒന്നാം നായർ ആക്ട് ശ്രീമൂലം തിരുനാളും രണ്ടാം നായർ ആക്ട് സേതുലക്ഷ്മി ഭായിയുമാണെന്ന് ഓർത്തിരിക്കുക. നോക്കിയേ, തിരുവിതാംകൂറിലെ മൃഗബലി, ദേവദാസി സമ്പ്രദായം, ബഹുഭാര്യത്വം, മരുമക്കത്തായം ഇതെല്ലാം നിർത്തലാക്കിയത് ആരാണ്? സേതുലക്ഷ്മി ഭായി ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ടുമാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി നോക്കി, തിരുവിതാംകൂറിന്റെ അവസാന ഭരണാധികാരിയാണ് ആര്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 1931 മുതൽ 1949 വരെ ആരാണ് തിരുവിതാംകൂർ ഭരിച്ചത്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ്. പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരിയാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് എ ശ്രീധരമേനോനാണ് വിശേഷിപ്പിച്ചത്. അപ്പം തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ ചിത്ര തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലത്തിൽ ഓർത്തിരിക്കേണ്ടത് 1936 നവംബർ 12. എന്താണ് അതിൻ്റെ പ്രത്യേകത? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ ചിത്ര തിരുനാളാണ്. വധശിക്ഷ നിർത്തലാക്കി. തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചു 1932. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത പോയിന്റ് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണെന്ന് ഓർത്തിരിക്കുക. വധശിക്ഷ നിർത്തലാക്കി തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഇത് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ? തിരുവിതാംകൂറിൽ 1936 പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിച്ച സമയത്തെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചു. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആയിരുന്ന ഭരണാധികാരിയാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആയിരുന്ന ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളാണ്. അപ്പം നമ്മുടെ കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിച്ചു. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചു. ഇതൊക്കെ ആരാണ്? നമ്മുടെ ശ്രീ ചിത്ര തിരുനാളാണ്. ഇനി നോക്കിയേ, ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ 1938 വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി. വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണ്. വർഷം 1938. നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ച ആ ഒരു വർഷം തന്നെയാണ് എന്ത്? വിധവകൾ പുനർവിവാഹം ചെയ്യുന്ന നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നത്. ഇനി നോക്കിയേ, തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി 1940. പ്രധാനമായിട്ടും ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നുണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു, ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു, വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി, അതേപോലെ തന്നെ പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവന്ന ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, ഫാക്ട്, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണ്. 1940 നടക്കുന്നത്. നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സങ്കേതവുമായ തേക്കടി അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതം രൂപീകൃതമാകുന്നത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കാം. അപ്പം നമ്മുടെ പെരിയാർ അല്ലെങ്കിൽ തേക്കടി വന്യജീവി സങ്കേതം ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാകുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, തിരുവനന്തപുരത്ത് റേഡിയോ നിലയം, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, തിരുവനന്തപുരം വിമാനത്താവളം എന്നിവ സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാളാണ്. ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചതും ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. അതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ രാജപ്രമുഖായിട്ട്
പുതിയ ഉത്തരവാദിത്ത സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുക്കൊച്ചിയിലെ രാജപ്രമുഖ സ്ഥാനം വഹിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ശ്രീ ചിത്ര തിരുനാൾ എന്ന് പറയുന്നത്. പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വിളംബരം നടത്തിയത് ശ്രീ ചിത്ര തിരുനാളാണ്. ഇനി ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡിവിഷൻ ഉണ്ട്. ഒന്ന് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും 2 നിയമനിർമ്മാണ സഭകളുണ്ടായി. അപ്പോൾ നോക്കിക്കേ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം രാജപ്രമുഖ് എന്ന പദവി വഹിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. രാജപ്രമുഖ് എന്ന പദവി വഹിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. നോക്കിയേ, അപ്പം ഇത്രയാണ് നമുക്ക് ഭരണാധികാരികളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് അത്ര തന്നെ വേണ്ടുള്ളൂ. ഇനി നോക്കിക്കേ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. നമ്മൾ പഠിച്ചു വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആണല്ലോ. തിരുവിതാംകൂറിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഇത് ശരിയാണ്. നോക്കിക്കേ, സ്വാതി തിരുനാൾ രാമവർമ്മയാണ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത്. ആണ് അല്ലേ? മാർത്താണ്ഡവർമ്മ ആരംഭിക്കുകയും സ്വാതി തിരുനാൾ നിർത്തലാക്കുകയും ചെയ്ത സമ്പ്രദായമാണ് ഇത് ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന സമ്പ്രദായം. ഇനി നോക്കിക്കേ, തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ദേവദാസി സമ്പ്രദായവും മൃഗബലിയും ഒക്കെ നിർത്തലാക്കിയത് ആരാണ്? റാണി സേതുലക്ഷ്മി ഭായ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നോക്കി, സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. കറക്റ്റ് ആണോ? അല്ല. ആരുടെ കാലത്താണ് നിർത്തിയത്? ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന സാധനമായതുകൊണ്ടും നാലാമത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ എഴുതുന്നതുകൊണ്ട് PSC അവിടെ നമ്മളെ എന്ത് ചെയ്യും? അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ നമ്മൾ നൈസായിട്ട് തെറ്റുത്തരം മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, സേതു ലക്ഷ്മി ഭായിയും ഗൗരി ലക്ഷ്മി ഭായിയും മാറി മാറി വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ആരാണ്? ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അല്ലെ അടിമത്തം നിർത്തലാക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ശരിയായിട്ടുള്ള പോയിന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ശരിയാണ്, 2 ശരിയാണ്, 3-മത്തത് ശരിയാണ്. ഏത്? 4-മത്തത് തെറ്റായിട്ടുള്ള പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷന് PSC കൊടുത്തിരിക്കുന്നത് മുകളിൽ പറഞ്ഞത് എല്ലാം എന്നാണ്. ടെൻഷൻ അടിച്ച് വായിച്ച് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ഒരു ട്രാപ്പിൽ നമ്മൾ വീഴും. പക്ഷെ ഇതിൻ്റെ ഉത്തരം വരുന്ന ഏതാണ്? 1, 2, 3 മാത്രമാണ്. അപ്പം സേതു ലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിലല്ല, ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? അടിമത്തം നിർത്തലാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. അത് അങ്ങനെ തന്നെ പഠിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാർക്ക് പോയ ആൾക്കാരുടെ അനുഭവം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കൃത്യമായിട്ട് പേര് വെച്ച് നോക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഓരോ ഭരണാധികാരികളുടെയും കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു പോവുക, അല്ലാതെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. എങ്ങാനും സ്റ്റേറ്റ്മെൻറ്റ് ഡിഗ്രിക്ക് ചോദിച്ചാലോ. അതുകൊണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.